كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിൻ്റെ വയനാട് അതീവ ദുഃഖകരമായ പ്രയാസകരമായ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും മരണസംഖ്യ തീർച്ചപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ ആ പ്രദേശത്തെ മനുഷ്യന്മാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപകാല ചരിത്രത്തിലൊന്നും തന്നെ കേരളത്തിൽ ഇത്ര വലിയ ജീവനഷ്ടമുണ്ടാക്കിയ പ്രകൃതി ദുരന്തം സംഭവിച്ചിട്ടില്ല എന്ന് നമുക്കെല്ലാം അറിയാം. ധാരാളക്കണക്കിന് മനുഷ്യന്മാർ മരിച്ചുപോയി. കേരളത്തിൽ അടുത്ത കുറച്ച് കാലങ്ങളായി പ്രകൃതിക്ഷോഭങ്ങൾ ധാരാളമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സമയം കൂടിയാണ്. ഓരോ വർഷവും മഴക്കെടുതിയോടൊപ്പം നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ധാരാളം പ്രശ്നങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ടുന്ന ഇസ്ലാമികമായ ഒരു ചിന്തയുണ്ട്. അത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരി,
എത്ര വലിയ ദുരന്തം വഹിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് പ്രകൃതി വന്നാലും ശരി, ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട ചില ചിന്തകൾ, ആ ചിന്തകൾക്ക് മാത്രമാണ് ഇത്തരം ദുരന്തമുഖങ്ങളിൽ മനുഷ്യന് സമ്പൂർണമായ സമാധാനം നൽകുകയുള്ളൂ. അത് ജീവിതത്തെ പറ്റിയിട്ടുള്ള വീക്ഷണാണ്. ഞാനും നിങ്ങളുമൊക്കെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ജീവിതത്തെ പറ്റിയിട്ടുള്ള വീക്ഷണം. എന്താണ് ജീവിതം? മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അംബിയാഇന്റെ 35-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞ് ആമുഖമായി ഓതി വെച്ചത് ഞാനതാ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാക്കളും മരണം ആസ്വദിക്കും, രുചിക്കും. എല്ലാ മനുഷ്യനും മരണം ആസ്വദിക്കും, രുചിക്കും, എല്ലാ ആത്മാക്കളും. വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നിശ്ചയമായും നിങ്ങളെ ശർറ് കൊണ്ട്, തിന്മ കൊണ്ട്, വൽ ഖൈർ നന്മ കൊണ്ടും, ഫിത്ന നാം പരീക്ഷിക്കും. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ കൊണ്ടും തിന്മ കൊണ്ടും പരീക്ഷിക്കും. വ ഇലൈനാ തുർജഊൻ, നമ്മിലേക്കാണ് അവരുടെ മടക്കവും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കും. അപ്പൊ ജീവിതം ഇങ്ങനെയാണ്. ജീവിതത്തിന്റെ അവസ്ഥാന്തരങ്ങൾ ഇങ്ങനെയാണ്. നന്മ കൊണ്ടും തിന്മ കൊണ്ടും അള്ളാഹു അങ്ങോട്ട് പരീക്ഷിച്ച് കളയും. അതിന് മാത്രമാണ് ജീവിതം. അല്ലാതെ ഇത് ഒരു സൈഡ് ബിസിനസ് അല്ല. നമ്മളെ മനസ്സിനെ സ്വാധീനിക്കേണ്ട, മനസ്സിൽ ഉറപ്പിക്കേണ്ട, മനസ്സിൽ കൊത്തിവെക്കേണ്ട ഈമാനിന്റെ കാഴ്ചപ്പാട്. അള്ളനെ പടച്ചത് തന്നെ കുറെ കാലം ഖൈറും നൽകും, കുറെ കാലം ഷർറും നൽകും. എന്നിട്ട് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷിച്ച് കീഴ്മേൽ മറിച്ചുകൊണ്ടിരിക്കും. വഇലൈനാ തുർജഊൻ, എന്നിട്ട് എന്നെ പിടിച്ചുകൊണ്ടുപോകും അവന്റെ അടുത്തേക്ക്. ഇത്രയുള്ളൂ ജീവിതം. ഇതിനാണ് ഇസ്ലാം ജീവിതം എന്ന് പറയുന്നത്. ഇങ്ങനെ ജീവിതത്തെ മനസ്സിലാക്കണം. നമ്മൾ വിചാരിച്ചെന്തറിയോ, ജീവിതം ഇതിന്റെ അപ്പുറം എന്തോ ആണെന്നാണ്. നമുക്ക് കിട്ടിയ നമ്മുടെ അവകാശത്തിൽപ്പെട്ട, ഹ്യൂമൻ റൈറ്റ്സിൽപ്പെട്ട ഒന്നാണ് ജീവിതം എന്ന് നമ്മൾ സാമൂഹികപരമായിട്ടുള്ള ചില പദപ്രയോഗങ്ങൾ നിരന്തരമായി ഇടപെടുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്കിങ്ങനെ തോന്നാണ്, ജീവിതം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ റൈറ്റ്സ് ആണ് എന്ന് നമ്മൾ വിചാരിക്കും. അല്ല, ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് അള്ളാഹു ഖൈർ കൊണ്ട് പരീക്ഷിക്കും. ചിലപ്പോൾ ഖൈർ തന്നിട്ടാവും പരീക്ഷിക്കുക, ധാരാളം ധനം തന്നിട്ടാവും പരീക്ഷിക്കുക. ആ ധനമാകും എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോവുക. റസൂലുള്ളാഹി സൂചിപ്പിച്ചല്ലോ, ഈ ഉമ്മത്തിലെ ദരിദ്രന്മാരായ മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾ സ്വർഗത്തിൽ കയറിയതിനു ശേഷം മാത്രമാണ് ഈ ഉമ്മത്തിലെ ധനികന്മാരായിട്ടുള്ള ആളുകൾ സ്വർഗത്തിൽ കയറുള്ളൂ. കാരണം എന്താ? ധനം കിട്ടിയാൽ എത്ര വലിയ മുത്തഖിയായാലും ചില പരിവർത്തനങ്ങൾക്ക് വിധേയമാവും, ചില മാറ്റങ്ങൾ അവനിൽ ഉണ്ടാകും. എങ്കിൽ അള്ളാഹുവിനെ പറ്റി സൂക്ഷ്മതയില്ലാത്തവന്, ജീവിതത്തെ ആസ്വദിക്കുന്ന ത്വര, ഹവ അധികമുള്ളവന് ധനം ലഭിച്ചാലത്തെ പ്രശ്നം എന്താ? അവൻ അത് മതി നരകത്തിന്. ആരോഗ്യം മനുഷ്യനെ വഴികേടിലാക്കും, അല്ലേ? ആരോഗ്യം കൊണ്ട് മനുഷ്യൻ ഏറ്റവും വലിയ മോശക്കാരനായിട്ട് മാറും. സൗന്ദര്യം മനുഷ്യനെ വഴികേടിലാക്കും. അല്ലാഹ് പറഞ്ഞു, ഖൈർ കൊണ്ട് അല്ലാഹ് ഫിത്ന നടത്തും, ഷർറ് കൊണ്ട് നടത്തും. ആ ഷർറ് കൊണ്ട് നടത്തപ്പെടുന്ന ഫിത്നകളിൽ, പരീക്ഷണങ്ങളിൽ പെട്ടതാണ് വയനാട് നമ്മൾ കാണുന്നത്. അങ്ങനെ വേണം അതിനെ മനസ്സിലാക്കാൻ. ആളുകൾ ചോദിക്കുക, എവിടെ ദൈവം, എവിടെ പടച്ചോൻ, എവിടെ അല്ലാഹ്, എവിടെ ചോദിക്കുക. അള്ളാഹ്ക്ക് എന്ത് ഇത് തടുക്കാൻ പറ്റാത്തത്? ആളുകൾ ചോദിക്കുക. നമ്മളൊരു സ്കൈൽ വരച്ചിട്ട് അതിലൂടെ പ്രവർത്തിച്ച് കാണിച്ചു തരണം പടച്ചോൻ, എന്നാലേ നമ്മൾ പടച്ചോനുണ്ടെന്ന് അംഗീകരിക്കൂ എന്ന് പറയുന്നവനാകണോ നമ്മൾ? നമുക്ക് കുറെ ചിന്താഗതികളുണ്ട്. പടച്ചോൻ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ ഇടപെടണം, അല്ലെ? അങ്ങനെ ഇടപെട്ടിട്ടില്ലെങ്കിൽ എവിടെ പടച്ചോന് നമ്മൾ ചോദിച്ചു കളയും. നമ്മൾ അല്ലാഹ് വളരെ നേരത്തോടെ പഠിപ്പിച്ചു. നമ്മൾ അള്ളാഹിനെ പറ്റിയിട്ടുള്ള ചിന്ത മനസ്സിൽ രൂപപ്പെടുത്താൻ അള്ളാഹു നേരത്തോടെ പഠിപ്പിച്ചു. 14 നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിച്ചു. വലനബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നിങ്ങൾക്ക് ജീവിതത്തിൽ ഖൈറും ഷർറും മാറ്റിമറിച്ച് പരീക്ഷിക്കും ഞാൻ. നിലത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ അള്ളാഹു ഞെരിച്ചു കളയും. ആകാശത്തേക്ക് ഉയർന്നോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന വിധത്തിൽ നിങ്ങൾ അള്ളാഹു വിശാലമാക്കി കളയും.
രണ്ടും പരീക്ഷനാണ്. വ ഇലൈന തുർജഊൻ, നിങ്ങളെ മനസ്സിൽ ഓർമ്മ വെച്ചോ, മടങ്ങാനുള്ളത് എന്നിലേക്കാണ് എന്ന ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ എന്നല്ല പറയാം. അതുകൊണ്ട് വിശ്വാസികളെ, ഇത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സിൽ വേണ്ടത് ക്ഷമയാണ്. ചില ആളുകൾ ചോദിക്കുകയാണ്, നമുക്കിങ്ങനെ ക്ഷമയെപ്പറ്റി പറയാൻ, ക്ഷമ അവലംബിക്കുന്നതിനെ പറ്റിയൊക്കെ പറയാൻ എളുപ്പമാണ്. വയനാട് പോയിട്ട് അവിടെ ഇത് അനുഭവിച്ച ആളുകളോട് പറയാൻ പറ്റുമോ എന്നാ ചോദിക്കുന്നത്. അവരോട് ഇത് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നാ ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. വലനബ്ലുവന്നകും ബിശൈഇൻ, ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. വയനാടാണെങ്കിൽ കഴിഞ്ഞ സമയങ്ങളിൽ വേറെ സ്ഥലങ്ങളിലായിരുന്നു. അല്ല, കേരളത്തിലെ മനുഷ്യന്മാർ ഒന്നടങ്കം ലോക്ക്ഡൗൺ ചെയ്യപ്പെട്ടുകൊണ്ട് പരീക്ഷിക്കപ്പെട്ട സമയമുണ്ടായി. പരീക്ഷണം മാറിക്കൊണ്ടിരിക്കും. ഓരോ സമയങ്ങളിലും ഓരോ ജനതയെ, ജനവിഭാഗങ്ങളെ തേടി സാമൂഹികമായ അള്ളാഹുവിന്റെ പരീക്ഷണം വരും. അല്ലാഹു പറയാ, നിങ്ങൾ നാം പരീക്ഷിച്ചു കൊണ്ടിരിക്കും. മിനൽ ഖൗഫ്, ഭയം കൊണ്ട് പരീക്ഷിക്കും. നിങ്ങളെ പേടിപ്പിക്കും പടച്ചോൻ. നിങ്ങളെ ജീവിതത്തിന് സമാധാനമില്ലാത്ത വിധത്തിൽ അള്ളാഹു നിങ്ങളെ പേടിപ്പിക്കും. വൽ ജൂ', വിശപ്പ് കൊണ്ട് നിങ്ങൾ അള്ളാഹു തളർത്തിക്കളയും. വനഖ്സിൻ മിനൽ അംവാൽ, ധനത്തിൽ നിന്നുള്ള കുറവ്, സാമ്പത്തിക നഷ്ടം. വൽ അൻഫുസ്, ശാരീരികമായ നഷ്ടം. വസ്സമറാത്ത്, കൃഷികൾക്ക്, വിഭവങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് അപകടങ്ങൾ വരുത്തിക്കൊണ്ട് പരീക്ഷിക്കും. അല്ലാഹു പറയാ. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് എന്താ? ഇത് പറയാൻ പാടില്ലാത്ത സാമൂഹ്യ സാഹചര്യം ഉണ്ടാവും, ഇതിനെപ്പറ്റി ഓർക്കാൻ പാടില്ലാത്ത ജനവിഭാഗങ്ങൾ ഉണ്ടാവും എന്നല്ല അല്ലാഹു പറഞ്ഞത്. അല്ലാഹു പറഞ്ഞത് വബശ്ശിരി സ്വാബിരീൻ, ആ ക്ഷമിച്ച ആളുകൾക്ക് അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. ക്ഷമിച്ച ആളുകൾക്ക്. നമ്മൾ ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിലും അള്ളാഹുവിന്റെ ഖളാ നടക്കും. നമ്മൾ തിരിച്ചറിയേണ്ടത് അതാ. എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും അള്ളാഹു ഉദ്ദേശിച്ച ഖൈറ് കൊണ്ടും ശർറ് കൊണ്ടുമുള്ള പരീക്ഷണം നടന്നിരിക്കും. തടുക്കാൻ ഒരാളില്ല, തടയാൻ ആളില്ല, മാറ്റിവെക്കാൻ ആളില്ല. നമുക്ക് ഇത്രേ ചെയ്യാവൂ, ഇത്രേ ചെയ്യേണ്ടു. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിച്ചങ്ങോട്ട് കളയാ, സ്വബർ കൈവിടാതിരിക്കുക. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, അവർക്കൊരു വിപത്ത് ബാധിച്ചാൽ അവർ ഏത് രൂപത്തിലാണ് സംസാരിക്കുക? ആ വിപത്തിന്റെ മറുപടി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ പടച്ചവനിൽ നിന്നുള്ളവനാണ്, അവനിലേക്ക് മടങ്ങേണ്ടവരാണ്. ഈ ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്ത് പ്രശ്നം വരുമ്പോഴും പടച്ചവനെ പറ്റിയിട്ട് മോശപ്പെട്ട വിചാരങ്ങളും മോശപ്പെട്ടിട്ടുള്ള പിന്നെ വർത്തമാനങ്ങളും അങ്ങോട്ട് ഷെയർ ചെയ്യല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് നമ്മളെ മനസ്സിലുണ്ടാവണം, ഇത് നടന്നിരിക്കും, നടക്കേണ്ട പോലെ ഇതിനെ നടന്നുകൊണ്ടിരിക്കും, തുടർന്നുകൊണ്ടിരിക്കും, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, അവനിലേക്ക് മടങ്ങേണ്ടവരാണ്. ആ ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കണം. മാത്രമല്ല റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ആശ്രയമുള്ളവരാണ്, പടച്ചവനിലേക്ക് ആശ്രയിച്ച് ജീവിക്കേണ്ടവനാണ്. ഒരു നിമിഷം പോലും മനുഷ്യനുണ്ടല്ലോ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് ലഭിക്കാതിരിക്കാൻ പറ്റൂല. അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന്, അവന്റെ കനിവിൽ നിന്ന്, അവന്റെ സഹായത്തിൽ നിന്ന്, അവന്റെ പരിരക്ഷയിൽ നിന്ന് മാറി നിന്ന് പരാശ്രയമുക്തമായ ഒരു ജീവിതം നയിക്കാൻ ഒരു നിമിഷം പോലും മനുഷ്യ നിനക്ക് സാധ്യമല്ല. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരായിട്ടുള്ളവരാണ്. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അള്ളാഹു അവനാണ് അൽ ഗനി, ഒരാളെയും ആശ്രയമില്ലാത്ത സ്വന്തമായ ഐശ്വര്യമുള്ളവൻ അവനാണ്. അൽ ഹമീദ്, സ്തുതിക്കപ്പെടുന്നവനും അവൻ തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. മനുഷ്യനെ സംബന്ധിച്ച് അവൻ പടച്ചോനെ, അവന്റെ ഔദാര്യത്തിലാണ് അവന്റെ ഓരോ നിമിഷാർദ്ധങ്ങളും മുന്നോട്ട് പോണേ. അത് ഓർക്കണം നമ്മൾ. അള്ളാഹുവിനെ പറ്റി ചീത്തയായ ചിന്തയോ വികാരങ്ങളോ അല്ല വരേണ്ടത്.
അള്ളാഹുവിനെ പറ്റി കൂടുതൽ നന്നായി ചിന്തിക്കണം. ജീവിതത്തിൽ ഖൈറ് കൊണ്ടും ഷെറ് കൊണ്ടും പരീക്ഷണം വന്നാൽ കൂടുതൽ അവനിലേക്ക് വിനയമുണ്ടാകണം. അള്ളാഹുവിലേക്ക് മാത്രം പറയും. നമ്മൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യമുണ്ടല്ലോ, എല്ലാ പ്രകൃതിക്ഷോഭങ്ങൾ എടുത്താലും, എല്ലാ അപകടങ്ങൾ എടുത്താലും, എല്ലാ ദുരന്തങ്ങൾ എടുത്താലും അള്ളാഹ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തറിയോ? ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. കരയിലും കടലിലും ലഹറൽ ഫസാദ്, ഫസാദ് ലഹറായിരിക്കുന്നു, വെളിവായിരിക്കുന്നു. കരയിലും കടലിലും വിപത്തുകൾ അത് വെളിവായിരിക്കുന്നു, ഫസാദുകൾ വെളിവായിരിക്കുന്നു. അല്ലാഹ് എന്താ പറഞ്ഞത്? ബിമാ കസബത് ഐദിന്നാസ്, ജനങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതുകൊണ്ട്, മനുഷ്യന്റെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് കടലിലും കരയിലും വിപത്തുകൾ ഉണ്ടായത്, പ്രശ്നങ്ങൾ ഉണ്ടായത്. ലിയുദീഖഹും ബഅദല്ലദീ അമിലു, അവർ പ്രവർത്തിച്ചതിൽ നിന്ന് ചിലതെങ്കിലും അവരൊന്ന് അനുഭവിക്കാൻ, ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹ് അത് തരും. എല്ലാം നമ്മൾ ചെയ്തു വെച്ചതുണ്ടല്ലോ, നമ്മൾ ചെയ്തു വെച്ച എല്ലാത്തിനും അള്ളാഹു ഒരു മറുപടി തന്നിട്ടില്ല, ചിലതേ തന്നിട്ടുള്ളൂ. ബഅദല്ലദീ അമിലു, അവര് പ്രവർത്തിച്ചതിൽ ചിലതിനെ അള്ളാഹ് റിയാക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളോ, എല്ലാത്തിനും അള്ളാഹ് തന്നിട്ടില്ല. പലതും കിട്ടാൻ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലായാലും പ്രകൃതിയിലായാലും മാനവികതയോടായാലും നമ്മൾ ചെയ്തു വെച്ചതിന് മൊത്തം റബ്ബ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വെള്ളിയാഴ്ച നമ്മൾ ഇങ്ങനെ ഇരിക്കൂല. ഈ സമൂഹത്തിൽ വിലപിക്കാനും രക്ഷാപ്രവർത്തനം നടത്താനും ബാക്കി ആളുകൾ ഉണ്ടാവില്ല. അള്ളാഹു ചിലതിനെ തരൂ, ചിലതിനല്ല തരും. കാരണം എന്താ? ഒരു അലാമില്ലാത്ത ജീവിതം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂലല്ലോ. മനുഷ്യന് ഒരു അലർട്ടില്ലാത്ത, ഒരു ഉണർച്ചലില്ലാത്ത, ഇടയ്ക്കിടെ വേണ്ടതില്ല എന്ന് അവനെ ഓർമ്മപ്പെടുത്താത്ത ഒരു ജീവിതം അള്ളാഹു സംവിധാനിച്ചിട്ടില്ല. ഇടയ്ക്കനെ ഓർമ്മപ്പെടുത്തും. നമ്മളെ കൈ കൊണ്ടാ ഉണ്ടാക്കിയത്. വയനാടുത്തെ ദുരന്തം, കേരളത്തിൽ സംഭവിച്ച ദുരന്തങ്ങൾ, ലോകത്ത് സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, അല്ലാഹ് എവിടെ, പടച്ചവൻ എവിടെ, തടുക്കാൻ അവനെ കണ്ടില്ലല്ലോ എന്ന് പറയുന്ന വിഡ്ഢികൾ മനസ്സിലാക്കണം. നിന്റെ കൈ പ്രവർത്തിച്ചത് കൊണ്ടുണ്ടായതാ അത്, അല്ലാണ്ട് വേറൊന്നുകൊണ്ടല്ല. അല്ലേ? എത്ര ശതമാനം നമ്മളെ കൈ ഉണ്ടെന്ന ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ കൈയാണെന്നേ. മനുഷ്യൻ പ്രകൃതിയെ തൊടേണ്ടതിന്റെ അപ്പുറം തൊട്ട് കഴിഞ്ഞു. മനുഷ്യൻ പ്രപഞ്ചത്തെ വൃത്തിഹീനമാക്കുന്നതിന്റെ അപ്പുറം വൃത്തിഹീനമാക്കി കഴിഞ്ഞു. ഇനി മാനവികതയോട് ചെയ്തതോ? ഇത് പ്രകൃതിയോട് പ്രപഞ്ചത്തോടാ. ധാർമ്മികതയോട് മാനവികതയോട് ചെയ്തതോ? ഈ ഭൂലോകത്ത് സകല മ്ലേച്ഛവൃത്തികളും ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കൊണ്ടുനടക്കാണല്ലോ, അല്ലേ? അതിന്റെ ശിക്ഷ ഉണ്ടാവൂലേ? പ്രകൃതിയിൽ തൊട്ടാൽ പ്രകൃതിനെ കൊണ്ടല്ല ശിക്ഷിക്കും. ഒരു പരിധി വിട്ട് കടന്നാൽ, പ്രപഞ്ചത്തെ തൊടുന്നത്, അതിനെ ചുരണ്ടുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ അള്ളാഹു ഉണ്ടല്ലോ, ചിലപ്പോ ചില അലർട്ടാക്കി തരാൻ വേണ്ടി ചിലത് ഇങ്ങോട്ട് തിരിച്ചു തരും. ധാർമ്മികതയെ തൊട്ടാലോ മാനവികതയെ തൊട്ടാലോ അതിനും കിട്ടാനിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ അങ്ങോട്ട് ചെയ്തു വെച്ചതിന്റെ ഒരു ശതമാനം പോലും ഇങ്ങോട്ട് തിരിച്ച് കിട്ടിയിട്ടില്ല. നമുക്ക് ഒരു അല്പം കിട്ടുമ്പോഴേക്കും നമ്മുടെ അവസ്ഥ എന്താ? നമ്മള് ഇങ്ങനെ പതറിപ്പോവാ. ഇത്രയുള്ളോ, മനുഷ്യൻ ഇത്രയുള്ളോ എന്ന് മനസ്സിലാക്കാൻ തന്നെയാണ്, അവന്റെ മനസ്സിൽ ആ ഓർമ്മ ഉണ്ടാക്കാൻ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നത്. അപ്പൊ നമ്മൾ വിനയാന്വിതരാകണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വലഖദ് അർസൽനാ ഇലാ ഉമമി മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പ് പല സമൂഹങ്ങളിലേക്കും നാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ഫഅഖദ്നാഹും ബിൽബഅസാഇ വദ്ദറാഇ, അവർക്ക് നാം പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നബിക്ക് മുമ്പുള്ള അമ്പിയാക്കന്മാര് വന്നുപോയ, അമ്പിയാക്കന്മാര് തിരസ്കരിച്ച, അവരുടെ ആദർശത്തെയും അവരുടെ ജീവിത നിലപാടിനെയും തള്ളിക്കളഞ്ഞ ജനസമൂഹങ്ങളിലേക്ക് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ബഅസാ കൊണ്ടും ദറാഉ കൊണ്ടും, ദുരിതങ്ങൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും അവരെ അള്ളാഹ് പിടിച്ചു. എന്തിനാ? ലഅല്ലഹും യതദറഊൻ, അവർ വിനയാന്വിതരാകാൻ വേണ്ടിയിട്ട്. എന്തിനാ പടച്ചോൻ ഇങ്ങനെ പിടിക്കുന്നത്? എന്തിനാ വയനാട് ഈ പ്രശ്നമുണ്ടായത്? എന്തിനാണ് കേരളത്തിന്റെ ഓരോ മുക്കുമൂലകളിലും ഓരോ സമയങ്ങളിലും മനുഷ്യന്റെ കൈ കൊണ്ട്
അവനുണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് ഇടയ്ക്കൊരു ചെറിയ ഓർമ്മപ്പെടുത്തൽ അള്ളാഹു തിരിച്ചു തരുന്നത് എന്തിനാ തിരിച്ചു തരുന്നത്? ലഅല്ലഹും യതദറഊൻ, അവർ വിനയം കാണിക്കാൻ വേണ്ടി പടച്ചവനിലേക്ക് ഇങ്ങനെ ഒന്ന് കീഴ്പ്പെടാൻ, പടച്ചവനിലേക്ക് ഒന്ന് വിനയാന്വിതരാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടയ്ക്ക് ഇതിങ്ങോട്ട് നൽകും. ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഉ, എന്നിട്ടും അവർ അള്ളാഹുവിന്റെ ശിക്ഷ വന്നിട്ടും അവർ താഴ്ന്നില്ല, അവർ വിനയം കാണിച്ചില്ല. വലാകിൻ കസത് ഖുലൂബുഹും, അവരുടെ ഹൃദയം പാപങ്ങൾ കൊണ്ട് കടിച്ചുപോയി. വസയ്യന ലഹുമുശ് ശൈത്താനു മാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്നതൊക്കെ ശൈത്താൻ അവർക്ക് അലങ്കാരമാക്കി തോന്നിച്ചു. അല്ല പറയാം, പൂർവിക സമൂഹത്തെ പറ്റി പറയാ, അവർക്ക് ശിക്ഷയൊക്കെ വന്നു. ആ ശിക്ഷ വന്നപ്പോ താഴ്മ കാണിച്ച് പടച്ചവനെ ഞങ്ങൾ ശിക്ഷിക്കല്ലേ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി നാഥ, ഞങ്ങളുടെ ജീവിതം പരിശുദ്ധമാക്കാം, നിനക്ക് കീഴ്പ്പെടാം, ഞങ്ങൾ വിനയാന്വിതരാകാം, ഞങ്ങൾ ഈമാൻ വർദ്ധിപ്പിക്കാം, ഞങ്ങൾ നിന്റെ ഇഷ്ടപ്പെടുന്ന ജീവിത സരണി സ്വീകരിക്കാം എന്ന് പറയേണ്ടതിന് പകരം അവരെന്ത് ചെയ്തു? അവരിതൊക്കെ കണ്ട് ഒരു കൂസലുമില്ലാതെ പ്രപഞ്ചത്തിലും പ്രകൃതിയിലും അവർക്ക് കൊടുത്ത അലർട്ടുകളൊന്നും അവരെ വിനയാന്വിതരാക്കിയിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നശിച്ചു പോയ സമൂഹത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് പറഞ്ഞു. നശിച്ചു പോയത് ആ പ്രകൃതി ദുരന്തങ്ങളിൽ അവർ നശിച്ചുപോയി. അവരുടെ ഗർവ് കൊണ്ട്, അഹങ്കാരം കൊണ്ട്, അവരുടെ മാറി ചിന്തിക്കാനുള്ള മനസ്സില്ലായ്മ കൊണ്ട് അവരെ അള്ളാഹു ആകാശത്ത് നിന്ന് ശിക്ഷിച്ചു. അള്ളാഹു ഭൂമിയുടെ അടിയിൽ നിന്ന് അവരെ ശിക്ഷിച്ചു. അവരുടെ ഇടതും വലതും, അവരുടെ തലക്കും കാലിനും ഇടയിൽ അള്ളാഹു ശിക്ഷയിറക്കി അവരെ ഞെരിച്ചമർത്തി കഴിഞ്ഞു. എന്നിട്ട് നമ്മളോട് അല്ലാഹ് പറയാ, നിങ്ങൾ വിനയാന്വിതരായിക്കോ. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റിയിട്ട് ആയിഷ ബീവി പറയുന്ന ഒരു റിപ്പോർട്ട് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊടുത്തു. ഏതാ? അൻ ആയിഷ റളിയല്ലാഹു അൻഹു ഖാല, ആയിഷ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാലത്ത്, അവർ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അസഫത്തിർ റീഹ്, കാറ്റ് ശക്തമായി കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ ആയിഷ ബീവി പറയാ, റസൂലുള്ള ജീവിച്ചിരിക്കുമ്പോ പ്രകൃതിയിൽ കാറ്റ് ശക്തമായി കഴിഞ്ഞാൽ ഖാല, അവിടെന്ന് പറയും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ. കാറ്റൊന്ന് ശക്തിയായ മതി, റസൂലുള്ള അപ്പ പ്രാർത്ഥനയിൽ മുഴുകും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ, നാഥ നിന്നോട് ഈ കാറ്റിന്റെ ഖൈറിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു, നന്മയിൽ നിന്ന് ചോദിക്കുന്നു. വ ഖൈറ മാ ഫീഹാ, ഈ കാറ്റ് ഉൾക്കൊള്ളുന്ന നന്മയിൽ നിന്ന് ചോദിക്കുന്നു. വ ഖൈറ മാ ഉർസിലത് ബിഹി, ഈ കാറ്റിന് അയക്കപ്പെട്ട നന്മയിൽ നിന്നും നിന്നോട് ഞാൻ ചോദിക്കുന്നു. വ അഊദു ബിക മിൻ ശർരിഹാ, അല്ലാഹുവേ ഈ കാറ്റിന്റെ ശർറിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. വ ശർരി മാ ഫീഹാ, ഈ കാറ്റ് ഉൾക്കൊള്ളുന്ന ശർറിൽ നിന്നും അഭയം തേടുന്നു. വ ശർരി മാ ഉർസിലത് ബിഹി, ഈ കാറ്റിൽ കൊണ്ടയക്കപ്പെട്ട ശർ എന്താണോ, തിന്മ എന്താണോ, ആ തിന്മയിൽ നിന്നും ഞാൻ അഭയം തേടുന്നു. ഖാലത്ത്, ആയിഷ ബീബി പറയാണ്, വ ഇദാ തഖയ്യലത്തിസ് സമാഉ തുഗയ്യറ ലൗനുഹു, ആകാശം ഒന്ന് മേഘാവൃതമായാൽ റസൂലുള്ളാന്റെ മുഖത്തെ നിറം മാറും. നോക്കണം, ഒരു കാർമേഘം മൂടിയാൽ പ്രവാചകന്റെ മുഖത്ത് നിറം മാറും. അവിടെ നിന്നും മുഖത്തിന്റെ ഭയത്തിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങും. അവിടുന്ന് മുന്നോട്ട് പോകും, പുറത്തു പോകും, അവിടുന്ന് അകത്തേക്ക് പ്രവേശിക്കും, അവിടുന്ന് മുമ്പിട്ട് നടക്കും, അവിടുന്ന് പിറകോട്ട് നടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മനസ്സിൽ ഒരു കാറ്റോ കാർമേഘമോ കണ്ടാൽ റസൂലുള്ള പേടിച്ചു തുടങ്ങും. എന്നിട്ടോ ഫഇദാ മതറത് സുദ്ദിയ അൻഹു, ആ കാറ്റ് ഒരു മഴയായി പെയ്തു കഴിഞ്ഞാലാണ് അവിടുത്തെ മുഖത്ത് നിന്ന് സന്തോഷമുണ്ടാവുകയുള്ളൂ. ഫഅറഫത് ദാലിക, ആയിഷ ബീബി എപ്പോഴും നോക്കി കാണാറുണ്ട്. റസൂലുള്ളാന്റെ ഈ പ്രകൃതം മഴയായി സമാധാനപൂർവം പെയ്ത മേഘത്തെ കാണുമ്പോഴേ, കാറ്റിനെ കാണുമ്പോഴേ റസൂലുള്ളാക്ക് ആശ്വാസമുണ്ടാവൂ. ഫസഅലത്ഹു, അതിനെപ്പറ്റി ആയിഷ ബീവി റസൂലുള്ളാഹോട് ചോദിച്ചു. ഫഖാൽ, അപ്പൊ റസൂലുള്ള മറുപടി പറഞ്ഞു, എന്താ നബിയെ ഇങ്ങനെ പേടിക്കണത്? കാറ്റിനെ, മഴയെ കാണുമ്പോ, ആകാശം ഇരുളുമ്പോ
അത്രക്കും ഭയപ്പെടുന്നത് എന്തേ? ലഅല്ലഹു യാ ആയിഷ കമാ ഖാല ഖൗമു ആദിൻ, ആദ് ജനത പറഞ്ഞ പോലത്തെ അവസ്ഥ സംഭവിക്കുമോ എന്ന് ആയിഷ മനസ്സിലാക്കണം. ഫലമ്മാ റഔഹു ആരിളൻ മുസ്തഖ്ബിലഹ്, അവർക്ക് ഇതാ അവരെ മുന്നിട്ട് മേഘങ്ങൾ വന്നു, ശിക്ഷയുടെ മേഘങ്ങളായിരുന്നു. ഔദിയതിഹിം, അവരുടെ താഴ്വാരങ്ങളിൽ ആദ് സമൂഹത്തിന് ശിക്ഷയുമായി മേഘങ്ങൾ വന്നപ്പോ ഖാലു, അവർ പറഞ്ഞു, തുള്ളിച്ചാടി പറഞ്ഞു, ഹാദാ ആരിലും മുംതിറുനാ, നമ്മളെ ഇതാ നമുക്ക് മഴയുമായി മേഘം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിപ്പോ മഴ പെയ്യെന്ന് വിചാരിച്ചിരുന്നു അവര്. പെയ്തതെന്താ? അള്ളാന്റെ ശിക്ഷയാണ്. അതുപോലെ ആകാശം മാറുമ്പോ, മേഘാവൃതമാകുമ്പോ, കാറ്റ് കനക്കുമ്പോ ആദ് സമൂഹം തുള്ളിച്ചാടിയതുപോലെ തുള്ളിച്ചാടിയിട്ട് മഴയല്ല, ബർക്കത്തല്ല, അള്ളാഹുവിന്റെ അദാബ് അവർക്ക് മേൽ നിർത്താതെ പെയ്തു. അതുപോലെ ആകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. നിങ്ങൾക്കറിയോ, ലോകത്ത് ഇത് പേടിക്കണ്ടാത്ത ഒരേ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ പേടിക്കണം. റസൂലുള്ളാഹി അല്ലാത്ത ഒരാൾ പേടിക്കണ്ട. കാരണം എന്താ? വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു വാക്ക് കൊടുത്തിട്ടുണ്ട്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, താങ്കൾ അവരിലുണ്ടായിരിക്കെ നാം അവരെ ശിക്ഷിക്കൂല. ഉറപ്പാ, റസൂലുള്ളാഹിക്ക് ഉറപ്പാ. ഏത് കാറ്റ് വന്നാലും, ഏത് മേഘം വന്നാലും, ഏത് ആകാശം ഇരുണ്ടാലും ഞാൻ എന്തിനാ പേടിക്കണേ? കാരണം എന്താ? ഞാൻ അവരിലുണ്ടായിരിക്കെ എന്നെ അല്ലാഹു ശിക്ഷിക്കൂല എന്ന് റസൂലുള്ളാഹിക്ക് വിചാരിക്കാമായിരുന്നു. പക്ഷേ അള്ളാഹുവിനെ പറ്റി റസൂലുള്ളാഹിക്ക് അറിയാലോ, അള്ളാഹുവിന്റെ ഗാംഭീര്യം റസൂലുള്ളാഹിക്ക് അറിയാലോ. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ചു. ലോകത്ത് ഒരു മനുഷ്യനും പേടിക്കാത്ത വിധത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ അവിടുന്ന് പേടിച്ചു. അവിടുത്തെ മുഖം മാറും, അവിടുന്ന് പ്രാർത്ഥിക്കും. നമ്മൾ അത് ഇന്ന് വരെ ഒരു ശീലമായിട്ടില്ല നമുക്ക്. ആകാശത്തിന്റെ നിറഭേദങ്ങൾ കണ്ടാൽ, കാറ്റിന്റെ ശക്തി കൂടിയാൽ നമ്മൾ ആസ്വദിക്കാനിരിക്കുന്ന ആളുകളാ. മനസ്സിൽ പേടിക്കാനിരിക്കേണ്ടവരാണ്. കാരണം എന്താ? നമുക്കായിരിക്കും ശിക്ഷ ഉണ്ടാവുക, റസൂലുള്ളാഹിക്ക് ആ ശിക്ഷ ഉണ്ടാവില്ല. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടു എന്നത് നമുക്ക് പാഠമുണ്ട്. താഴ്മയുള്ളവരാകണം, നമ്മൾ വിനയമുള്ളവരാകണം, കൂടുതൽ റബ്ബിലേക്ക് അടുത്തവരാകണം നമ്മൾ. നമസ്കാരം കൃത്യതയില്ലാത്തവൻ, അവനിതാ അവന്റെ കൃത്യതയില്ലായ്മയെ പറ്റിയിട്ട് അല്ലാഹു അലർട്ട് ചെയ്തിരിക്കുന്നു. തലേ ദിവസം ഉറങ്ങാൻ കിടന്നത് അവര്, തലേന്ന് രാത്രി ഉറങ്ങാൻ കിടന്നത് അവര്, നാളെ രാവിലത്തെ പല ജീവിതത്തെ പറ്റി പ്ലാൻ ചെയ്തതാണ് അവര്. പക്ഷേ നമ്മൾ ഇന്നിതാ രാവിലെ മുതൽ അവരുടെ മൃതശരീരം തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ എന്റെ ജീവിതത്തിൽ വരാം. അവിടെ നമ്മൾ അറിയണം, എത്ര കേട്ടിട്ടും പിന്തിരിയാത്തവരുണ്ടാകും, എത്ര കേട്ടിട്ടും താഴ്മ കാണിക്കാത്തവർ അവിടെ ഉണ്ടാകും. ഇവിടെ നമ്മുടെ കൂട്ടത്തിലുള്ളതുപോലെ ഒരു രാത്രിയാണ് അവരെ പിടികൂടിയത്. കേട്ടിട്ട് അറിഞ്ഞിട്ട് നന്നായവർ അവരുടെ കൂട്ടത്തിലുണ്ടാവും. നമ്മൾ മനസ്സിലാക്കണം, ആ ആളുകളിൽ ആരെല്ലാം ഉണ്ടാകും? ആ ആളുകളിൽ ശുഹദാക്കൾ വരെണ്ടാവും. ആ ആളുകളിൽ അള്ളാഹു ശിക്ഷ ഇറക്കിയവരുമുണ്ടാകും. നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ടതാ. എവിടെ സംഭവിച്ചാലും, അവിടെ മാത്രമല്ല, എവിടെ സംഭവിച്ചാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, എന്താ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്ശുഹദാഉ ഖംസത്തുൻ, ശുഹദാക്കൾ 5 കൂട്ടരാണ്, 5 വിഭാഗങ്ങൾ ശുഹദാക്കളാണ്. ആരാ? അൽ മത്ഊൻ, പ്ലേഗ് ബാധിച്ച് മരിച്ച സത്യവിശ്വാസി. ശരിക്കും നമ്മൾ ആലോചിച്ചോ, ഈമാനുള്ളവൻ, അഹ്ലുൽ ഈമാൻ, അവനെ പറ്റിയിട്ടായി പറയുന്നേട്ടോ. അഹ്ലുൽ ഈമാനെ പറ്റിയിട്ടാ പറയുന്നത്. പ്ലേഗ് ബാധിച്ചിട്ട് ഒരാൾ മരിച്ചാൽ, അഹ്ലുൽ ഈമാനിൽ ഒരാൾ മരിച്ചാൽ അവൻ ഷഹീദായിട്ടാണ് അള്ളാന്റെ അടുത്തേക്ക് വരാ. വൽ മബ്തൂൻ, വയറിന് അസുഖം ബാധിച്ചിട്ട് ഒരാൾ മരിച്ചാൽ, വയറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് ഒരാൾ മരണപ്പെട്ടാൽ, അഹ്ലുൽ ഈമാനിൽ നിന്നുള്ളവൻ മരിച്ചാൽ അവൻ എവിടെയാണ്? ഷഹീദാണ്, ശുഹദാക്കളുടെ കൂട്ടത്തിലാണ്. വൽ ഗാരിഖ്, മുങ്ങി മരിച്ചവൻ. വയനാടുണ്ട്, ശുഹദാക്കളുണ്ട്, അവര് മുങ്ങി മരിച്ചവരുണ്ട് അവരുടെ കൂട്ടത്തിൽ. പിന്നെയോ വസാഹിബുൽ ഹദ്ം, കെട്ടിടം വീണ് മരിച്ചവൻ, വയനാടുണ്ടത്. ശുഹദാക്കളുടെ കൂട്ടത്തിൽ പെട്ടവർ വയനാടുണ്ട്. ആ മൃതദേഹങ്ങളിൽ ശുഹദാക്കളുണ്ട്. വശഹീദു ഫീ സബീലില്ലാഹ്,
അഞ്ചാമത്തവനാരാ? അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ചവൻ. ഞാൻ പറയുന്നു, അവിടെ ശുഹദാക്കളുണ്ടായി, ശുഹദാക്കൾ മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മരണത്തോടെ ഷഹീദുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവരുണ്ട്. ഒപ്പം ആ മണ്ണിടിച്ചൽ ശിക്ഷയായി ജീവിതത്തിലേക്ക് തേടി വന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. നിസ്കരിക്കാത്തവരവരുടെ കൂട്ടത്തിലുണ്ട്. ശിർക്കും കുഫറുമുള്ളവരവരുടെ കൂട്ടത്തിലുണ്ട്. ജീവിതത്തിൽ ഒരു പ്രയാസം വന്നാൽ അള്ളാഹു അല്ലാത്തവരെ സകലരെയും വിളിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ട്. നമ്മൾക്കും അള്ളാഹ് അലർട്ട് തരാണ്. നമ്മളങ്ങനെ തന്നെയാണ്. നിസ്കരിക്കാത്ത, നോമ്പ് നോൽക്കാത്ത, ദീനി സംസ്കാരമില്ലാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. തദർറുഅൻ, ഒതുങ്ങിക്കോളണം, വിനയം കാണിച്ചോളണം, നന്നായിക്കോളണം. ഇതൊരു അലർട്ടായി കണ്ടിട്ട് മാറ്റം വരുത്തിയേക്കണം. ഇല്ലെങ്കിൽ നമ്മളോടൊപ്പം മരിച്ചവരിൽ ഷഹീദുമാരുണ്ടാവും, ശുഹദാക്കൾ ഉണ്ടാവും. നമ്മൾ ഫാസിഖായിട്ട് മരിച്ചിട്ടുണ്ടാവും. ഒരേ അപകടം, ഒരേ പ്രകൃതിക്ഷോഭം. മരിച്ച രണ്ടുപേരിൽ ഞാൻ ഫാസിഖും എന്റെ കൂട്ടുകാരൻ ശുഹദാക്കളുടെ കൂട്ടത്തിലും. ഇത് സംഭവിക്കാൻ പണിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോ. 3 ദിവസം ഇവിടെ മഴ ഒന്ന് അടുപ്പിച്ച് പെയ്താ മതി. 3 ദിവസം പെയ്താ മതി. ഇവിടെ ശുഹദാക്കളായിട്ട് മരിച്ചവരുണ്ടാകും, ഫാസിഖ്യങ്ങളായിട്ട് മരിച്ചവരുണ്ടാകും. ഇതാണ് നമ്മളെ മുൻപിലെ ചോദ്യം. ഏത് വേണം? ഏത് കൂട്ടത്തിൽ ചേരണം? ആരോടൊപ്പം മരിക്കണം? റബ്ബനാ തവഫനാ മഅൽ അബ്റാർ. വിശ്വാസിന്റെ പ്രാർത്ഥന, റബ്ബനാ തവഫനാ മഅൽ അബ്റാർ. നാഥ, പുണ്യം ചെയ്തവരുടെ കൂട്ടത്തിൽ മരിപ്പിക്കണേ. മരണം വിശ്വാസിക്ക് ഒരു പ്രശ്നമല്ല. എങ്ങനെ മരിച്ചോട്ടെ. മരിക്കണ സമയത്ത് ആ റൂഹ് ഇങ്ങോട്ട് പിടിക്കുമ്പോ നാടിഞരമ്പ് പൊട്ടിയിട്ട് അവന്റെ കണങ്കാല് കൂട്ടി പിരിഞ്ഞിട്ട് വേദന കടിച്ചു പിടിച്ചിട്ട് അവൻ പ്രാണം വെച്ച് പെടയൂലേ? ആ പെടയുന്ന സമയത്ത് അപരാരിയങ്ങളെ കൂട്ടത്തിലാകണം. പിന്നെ ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ആ സമയത്ത് നമ്മൾ അപരാരിയങ്ങളുടെ കൂട്ടത്തിലാകണം. റബ്ബനാ തവഫനാ മുസ്ലിമീൻ. നാഥ, കീഴ്പ്പെട്ടവരായിട്ട് ഞങ്ങൾ മരിപ്പിക്കണേ. അമ്പിയാക്കന്മാരെ പ്രാർത്ഥനയാണ് ഇതൊക്കെ. അമ്പിയാക്കന്മാരെ പ്രാർത്ഥനയാണ്. നമ്മൾ എത്ര പ്രാർത്ഥിക്കണം. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളെങ്ങനെ മരിപ്പിക്കണേ, ഞങ്ങളെങ്ങനെ ജീവിപ്പിക്കണേ എന്നല്ല. ജീവിതത്തെക്കുറിച്ച് അമ്പിയാക്കള് കുറച്ചേ ചോദിച്ചിട്ടുള്ളൂ. ഇച്ചിരി സമാധാനം, ഇത്തിരി സ്വസ്ഥത, ജീവിക്കാൻ ഒരു തരിമ്പ്, ഇത്രേ ചോദിച്ചിട്ടുള്ള അമ്പിയാക്കൾ നോക്കിക്കോ. മരിക്കണതിനെ പറ്റി അമ്പിയാക്കൾ ചോദിച്ചിട്ടുണ്ടല്ലോ, എമ്പാടും ചോദിച്ചിരിക്കാം. ചോദ്യം തന്നെ അതാണ്. അവരുടെ ചോദ്യത്തിന്റെ കഴമ്പും കാമ്പും മുഴുവൻ മരിക്കുന്നതിനെ പറ്റിയിട്ടാ. നമ്മൾ ഇന്ന് വരെ മരിക്കണതിനെ പറ്റി ചോദിച്ചിട്ടില്ല. എന്നെ അങ്ങനെ മരിപ്പിക്കണേ, എന്നെ എങ്ങനെ മരിപ്പിക്കണേ, ഞാൻ എങ്ങനെ മരിക്കണേ എന്ന് എനിക്കൊരു അഭിലാഷം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ സ്വന്തത്തോട് ചോദിക്കും, ഞാൻ എങ്ങനെ മരിക്കണം എന്നതിനെ പറ്റി, ഞാൻ എങ്ങനെ ബിസിനസ് തുടങ്ങണം, എൻ്റെ കച്ചവടം എങ്ങനെ പോകണം, എൻ്റെ വിവാഹം എങ്ങനെ നടക്കണം, എൻ്റെ കുടുംബജീവിതം എങ്ങനെ പോകണം, എൻ്റെ റിസ്ക് എങ്ങനെ നടക്കണം, വേണ്ട എൻ്റെ ട്രിപ്പ് എങ്ങനെ ഉണ്ടാവണം. എത്ര സ്വപ്നം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒക്കെ നമ്മളെ ആവശ്യങ്ങളാണ്. നമ്മൾ സ്വപ്നം കാണുന്നു, പ്ലാൻ ചെയ്യുന്നു. ഞാൻ എങ്ങനെ മരിക്കണം, ഇതിനെപ്പറ്റിയിട്ട് ഒരു ചിന്തയില്ലേ? ഇതിനെപ്പറ്റി ചിന്തയില്ലെങ്കിൽ ഇതാ ചിന്തിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് നമ്മളെ ബാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചിന്തിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിനൊരു നഷ്ടമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാ, അള്ളാഹ്ക്കൊരു നഷ്ടമില്ല. അള്ളാഹ് അവന്റെ പണി അങ്ങനെ നിർബാധം തുടർന്നുകൊണ്ടിരിക്കും. നമ്മളെ കാര്യമാണ് കഷ്ടത്തിലാവുക. റബ്ബ് സുബ്ഹാനഹു തആല കാത്തു സഹായിക്കുമാറാകട്ടെ. ഈ ദുരന്തത്തിന്റെ ഓർമ്മകൾ, ഈ ദുരന്തത്തിന്റെ പാഠങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ദാസനിലേക്ക് പരിവർത്തിപ്പിക്കാനുള്ള തൗഫീഖും ഈമാനും ഇൽമും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ മരണപ്പെട്ടു പോയിട്ടുള്ള വിശ്വാസികളായ ആളുകൾക്ക് മുഴുവൻ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പൊറുക്കുമാറാകട്ടെ. അവിടെ മരിച്ചുപോയ മറ്റുള്ള ആളുകൾ, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ, അവർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ മരിച്ചതിൻ്റെ പേരിൽ ആ ബാക്കിയായ കുടുംബങ്ങൾ അനാഥമാകാതെ ആളുകൾ അവരെ ഏറ്റെടുത്ത് ഏറ്റവും സന്തോഷപരമായ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, ഏറ്റവും താങ്ങും തണലുമുള്ള ജീവിതമായി മുന്നോട്ട് പോകാൻ അള്ളാഹു അവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ സംബന്ധിച്ചറിയാലോ, ഈമാനോടെ മരിച്ചവർക്ക് വേണ്ടിയിട്ട് നമുക്ക് മഗ്ഫിറത്തും മർഹമത്തും ചോദിക്കാൻ പറ്റുള്ളൂ. ഈമാൻ ഇല്ലാതെ കുഫറിൽ മരിച്ചവർക്ക് വേണ്ടിയിട്ട് നമുക്ക് മഗ്ഫിറത്തും മർഹമത്തും ചോദിക്കാൻ പറ്റില്ല. അത് ഇസ്ലാം അങ്ങനെയാണ്. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളൂ. അത് ഒരു മാനവിക വിരുദ്ധമാണോ എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അതാണ്. നമ്മളൊരു റൂട്ട് വരക്കും, അള്ളാഹ് അതിലെ നടക്കണം. അത് തീരുമാനിക്കണ്ട. അള്ളാഹ് ഒരു റൂട്ട് വരക്കും, നമ്മൾ അതിൽ നടന്നാൽ മതി. അത് മനസ്സിൽ
പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടിയിട്ട് അവിടെയുള്ള ആ മുസ്ലിങ്ങളായ ആളുകൾ മരിച്ചിട്ടുണ്ട്, നമുക്ക് ദുഃഖമുണ്ട്, നമ്മൾ മുസ്ലിങ്ങൾ മരിച്ചതുപോലെ തന്നെ വേദനയുണ്ട്. പക്ഷെ മഗ്ഫിറത്തും മർഹമത്തും ചോദിക്കണമെങ്കിൽ ഈമാൻ സ്വീകരിച്ചവർക്ക് വേണ്ടിയിട്ട് ചോദിക്കാൻ പറ്റും. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർ ബാക്കി വെച്ച അവരുടെ ആളുകൾ, ആ ആളുകൾക്ക് അവരുടെ കടങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ബാധ്യതകൾ, അതിനെല്ലാം നമ്മൾ ഏറ്റെടുക്കണം. അവിടെയുള്ള ഓരോ അമുസ്ലിമിൻ്റെയും, അവിടെ പ്രയാസം അനുഭവിക്കുന്ന അമുസ്ലിമിൻ്റെയും ബാധ്യതകളും കുടുംബത്തെയും നമ്മൾ ഏറ്റെടുക്കണം. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യണം. അവരെ നമ്മൾ ചേർത്ത് വെക്കണം. അവർക്ക് തൗഫീഖില്ലാതെ പോയതാണ് ഈമാൻ അറിയാനുള്ളത്. അതിൽ നമുക്ക് വേദനയാണ് ഉണ്ടാകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്താം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും ആ പ്രദേശത്തെ, ആ നാടിനെ വീണ്ടും സജീവമാക്കാനും സന്തോഷഭരിതമാക്കാനും സമാധാനപൂർണ്ണമാക്കാനുമുള്ള ഒരു ഇടപെടൽ റബ്ബ് നടത്തുന്ന ആളുകളിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ പള്ളിയിലെ പിരിവ് ഈ വയനാട് ദുരന്തം അനുഭവിച്ച എല്ലാ മനുഷ്യരുടെയും സമാധാനം, അവരുടെ പുനരധിവാസം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുഴുവൻ പൈസയും. കേരളത്തിലെ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ എല്ലാ പള്ളികളിലും ഇന്ന് അവിടേക്കുള്ള പിരിവ് നടക്കാണ്. കേരളം മുഴുവൻ മുജാഹിദ് പ്രസ്ഥാനം മാത്രമല്ല, കേരളത്തിലെ എല്ലാ മുഖ്യധാര മുസ്ലിം സംഘടനകളുടെയും പള്ളികളിൽ അങ്ങനെ പിരിവുകൾ നടക്കാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്കെല്ലാം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളാൽ കഴിയുന്ന സംഖ്യകൾ ഇന്നത്തെ പള്ളിപ്പിരിവിലേക്ക് കൊടുക്കണം. ഞാൻ പ്രത്യേകമായിട്ട് ഉണർത്തുന്നത്, നന്നായി കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടാവും നമ്മളെ കൂട്ടത്തിൽ, സാമ്പത്തികമായിട്ട് അല്ലാഹ് നല്ലോണം തന്ന ആൾക്കാരുണ്ടാവും. ആ ആളുകൾ ഈ പള്ളിപ്പിരിവിൻ്റെ ബക്കറ്റിൽ ഒരു 50 രൂപ കൊണ്ടിട്ടിട്ട് ഞാനും കൊടുത്തു കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത് എന്നൊരു പ്രത്യേകം റിക്വസ്റ്റ് ഉണ്ട്. അവർക്ക് കഴിയുന്നത്ര അവർ കൊടുക്കട്ടെ, അവർക്ക് എത്ര സാധിക്കോ അത് കൊടുക്കട്ടെ. അതൊരു പള്ളിപ്പിരിവിലെ ബക്കറ്റിലിടാൻ പറ്റാത്ത തുകയാണെങ്കിൽ അത് അതിൻ്റെ രൂപത്തിൽ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അക്കൗണ്ടുമായി ഡീറ്റെയിൽസ് ഇവിടുണ്ട്. ഇവിടുത്തെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാൽ അത് കിട്ടും. വേണ്ട നാട് മുഴുവൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ QR കോഡുകളോടുകൂടി കേന്ദ്രം ഇതിനു വേണ്ടി പുനരധിവാസ പദ്ധതികൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഫണ്ട് സമാഹരിക്കുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതിലേക്ക് ചെയ്യണം, അല്ലാതെ ഈ ചെറിയ ഇതിൽ ചെയ്യും. പിന്നെ ഇതെന്തിനാ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ഉമ്മത്തിൽ നിന്ന് ഒരാൾ പോലും ഒരു സമൂഹത്തിൽ വിപത്ത് ബാധിച്ചാൽ അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ അത്തരം ആളുകളെ സഹായിക്കുന്ന സംരംഭത്തിലേക്ക് ഒന്നും ചെയ്യാത്തവനായിട്ട് ഇന്ന് രാത്രി ഉറങ്ങാൻ പാടില്ല. അത്രേ ഉള്ളൂ. ഇന്ന് രാത്രി അവർ ഉറങ്ങരുത്. മനുഷ്യരവിടെ പടഞ്ഞു വീണ് മരിച്ചപ്പോൾ അവരെ സഹായിക്കുന്ന സംരംഭങ്ങൾ ഒന്നിൽ പോലും എൻ്റെ പോക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല എന്ന് വരാൻ പാടില്ല. എല്ലാവരും അവർക്ക് കഴിയുന്ന രൂപത്തിലിടണം. കൂടുതൽ കഴിയുന്നവർ സെപ്പറേറ്റ് തന്നെ ചെയ്യണം എന്ന് പ്രത്യേക ഉണർത്താണ്. കേരള നദുവത്തുൽ മുജാഹിദീൻ ധാരാളം പദ്ധതികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ യുവജന വിഭാഗമായ ISMന്റെ ഈലാഫ് വളണ്ടിയർ വിങ് കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവൻ അവിടെ പ്രവർത്തിക്കും. ബാക്കി എല്ലാ സംഘടനകളുടെയും വളണ്ടിയർ വിങ്ങുകളുണ്ട്. ഞാൻ അവരെ വിസ്മരിച്ചുകൊണ്ട് പറയല്ല. അള്ളാഹു എല്ലാവർക്കും പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം പറയുന്നത്, ISMന്റെ പ്രവർത്തനങ്ങളിൽ ധാരാളം സഹായിക്കുന്ന, ഈലാഫ് പോലെയുള്ള പ്രവർത്തനങ്ങൾ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. നിങ്ങൾ കൊടുത്ത സാമ്പത്തികമായ സഹകരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. രാപ്പകലില്ലാതെ, ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇലാഫിൻ്റെ വളണ്ടിയർ സേവനം ചെയ്യുന്ന ആളുകളും മറ്റ് സംഘടനകളിൽ വളണ്ടിയർ സേവനം ചെയ്യുന്ന പ്രവർത്തകരും അവിടുത്തെ ഗവൺമെൻറ് തലത്തിൽ വളണ്ടിയർ സേവനം ചെയ്യുന്ന ആളുകൾക്കും ഭക്ഷണം എത്തിക്കാൻ പറ്റാത്ത അവസ്ഥ. റോഡില്ല, നിങ്ങൾക്കറിയാം, ചതുപ്പാണ്, എല്ലാ പ്രശ്നങ്ങളുണ്ട്. ഭക്ഷണം എത്തിക്കാനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഭക്ഷണം എത്തിക്കാൻ തന്നെ പുതിയൊരു വിങ്ങിനെ
വളണ്ടിയർ വിങ്ങിനെ ഈലാഫ് വിങ് നിയോഗിച്ചു. അവർക്ക് ഈ തണുപ്പ്, വയനാട് നിങ്ങൾക്കറിയാലോ, ഈ മഴയത്ത് ഈ തണുപ്പിൽ എത്രമാത്രം പ്രയാസത്തിലായിരിക്കും അവിടെ ഒരു മനുഷ്യൻ നിൽക്കുക, പുറത്ത് നിൽക്കുക, അത്രക്ക് പ്രയാസം അനുഭവിക്കുക. കടകളില്ല, വീടുകളില്ല. അവർക്ക് ഒരു ചൂട് ചായ കിട്ടാൻ, അവർക്ക് ചായയും പലഹാരവും കൊടുക്കാൻ വേണ്ടി ചില ഹബ്ബുകൾ ഈലാഫിന്റെ വളണ്ടിയർ വിങ്ങുകൾ അവിടെ രൂപീകരിക്കുകയും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ തലത്തിലും കേരള നദൂത്തുൽ മുജാഹിദീനും അതിന്റെ പോഷക ഘടകമായ ISM-ഉം സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ സഹകരണം ഉണ്ടാവണം. മാത്രമല്ല, അവിടെ കുടുംബം നഷ്ടപ്പെട്ടു ഒറ്റപ്പെട്ടു പോയ സ്ത്രീകളുണ്ടാവും. അവർക്ക് ഭർത്താവില്ല, മക്കളില്ല, അച്ഛനില്ല, അമ്മയില്ല, സ്ത്രീ മാത്രം തനിച്ചായ കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെ മുസ്ലിം അമുസ്ലിം വേർതിരിവില്ലാതെ കേരള നദൂത്തുൽ മുജാഹിദീന്റെ വനിതാ വിഭാഗമായ MGM-കാരുടെ വീടുകളിൽ, സ്ത്രീ പ്രവർത്തകരുടെ വീടുകളിൽ അവരെ പിന്നെ സ്വീകരിക്കാനും അവരുടെ ജീവിതത്തിന് താങ്ങും തണലുമായി ശിഷ്ടകാലം അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കാനും MGM-നെ ഏൽപ്പിക്കുന്നു. അത്രയും ധാരാളം പദ്ധതികളും പരിപാടികളും നടക്കാണ്. ഇനി ഈ നിവാരണത്തിന് ശേഷം അവർക്ക് ഭവനം നഷ്ടപ്പെട്ടവർക്ക് ഭവന നിർമ്മാണ പദ്ധതികൾ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആദ്യപടി എന്നതാണ് ഇന്നത്തെ പിരിവ്, ഇന്നത്തെ സംഭാവന, ഇന്നത്തെ സദഖ. നിങ്ങളെല്ലാം നിങ്ങളെ കഴിവിൻ്റെ പരമാവധി അതിലേക്ക് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്ത റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെല്ലാം, നമ്മളെ നാടിനെയും നമ്മളെ കുടുംബത്തെയും അള്ളാഹു സുബ്ഹാനഹു തആല ഇത്തരം പ്രകൃതി ദുരിതങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, ശാന്തതയോടെ ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം അനുഗ്രഹം ചെയ്തു തരുമാറാകട്ടെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മരണം എങ്ങനെ വരുമ്പോഴും അബ്റാരിങ്ങളുടെ കൂട്ടത്തിൽ മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. എപ്പം മരിക്കുമ്പോഴും മുസ്ലിമായി മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ മരിക്കാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ പുനർജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിനെ ഏത് സമയത്തും സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര പ്രശ്നമുള്ളപ്പോഴും എത്ര പരാതിയുള്ളപ്പോഴും അള്ളാഹുവിനോട് അപാരമായ സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കാനും അവനിൽ നിന്ന് എനിക്ക് നന്മയേ ഉള്ളൂ എന്ന് ഈമാനികമായി ചിന്തിക്കാനുമുള്ള തൗഫീഖ്, ഈമാൻ, ഇൽമ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ സ്നേഹിച്ച് അവനിൽ നിന്ന് സ്നേഹിക്കപ്പെടുന്ന വലിയകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.